ഞാൻ തെറി വിളിക്കുന്ന നിമിഷം വരെ എൻ്റെ പിന്നാലെ ഉണ്ടാകും എന്നുള്ളതൊക്കെ ഓരോ വാക്കുകൾ എഴുതി വെച്ച് എനിക്ക് ഇഷ്ടമായില്ല. കാരണം ഈ എണ്ണം കെട്ടവൻ കാണാൻ കൊള്ളാമെങ്കിൽ പിന്നെയും വേണ്ടിയില്ല, കാണാനും കൊള്ളത്തില്ല, ബുദ്ധിയില്ല, വിവരം ഇല്ല, ഒന്നുമില്ലാത്തൊക്കെ ചണ്ടൻ ആഭാസനായ ഒരുത്തൻ എൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുമ്പോൾ അഭിമാനിയായ ഒരു പെണ്ണെന്ന നിലയിൽ അഭിമാനിയൊക്കെ ആയ എനിക്കത് നാണക്കേടാ, മാനക്കേടാ. ഒരു ആഭാസൻ, വൃത്തികെട്ടവൻ, ഒരു ആൺ തേവിടിച്ചൻ. എന്തോ എനിക്കിഷ്ടമല്ല അത്തരത്തിലുള്ള ആണുങ്ങളെ. അവൻ്റെ വീട്ടിൽ പെണ്ണും പിള്ളയില്ലേ, പെണ്ണും പിള്ളേരുടെ അടുത്തോട്ട് ചെല്ലണം. ഒരു നാട്ടിലൊരു പെണ്ണ് ഒത്തിരി കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണിനെ കാണുമ്പോൾ ആ പെണ്ണിൻ്റെ പിന്നാലെ നിന്റെ തെരുവുള്ളിൽ നിർത്താൻ വേണ്ടിയാണ് ഞാൻ വരുന്നത് എന്ന് കാട്ടാൻ വേണ്ടി ആളുകളെ അങ്ങനെയാണ് കാണിക്കുന്നത്. പക്ഷെ അവൻ്റെ ഉദ്ദേശം വേറെയാണ്, അവൻ്റെ ഉദ്ദേശം വേറെയാണ്. ഒന്ന്, അവനെ തന്നെ മനഃപൂർവ്വം അറിയാം ഞാൻ തെറി മാത്രമേ അവിടെ അവനെ എഴുതി വെക്കത്തുള്ളൂ എന്നറിയാം. അത് കേൾക്കാൻ വേണ്ടി, അത് വായിക്കാൻ വേണ്ടി വായിച്ച് സൂഹിക്കണം. പിന്നെ എൻ്റെ കൂടെയുള്ള പെൺകുട്ടികളുമായിട്ട് കൂട്ടുകൂടണം. പിന്നെ എന്നെ തെറി വിളിക്കുന്ന സ്ത്രീകളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, അവരെ കൂട്ടുകൂടണം. അതൊക്കെ അവൻ്റെ ഉദ്ദേശം. എനിക്കത് കൃത്യമായിട്ടറിയാം. അല്ലെങ്കിൽ പിന്നെന്താ, അയാൾ ആത്മാഭിമാനിയായ ഒരാളാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുമോ? തെറി വിളിക്കുന്ന ഒരു പെണ്ണിൻ്റെ പിന്നാലെ ഇങ്ങനെ നീ തെറി വിളിക്കില്ല, തെറി വിളിക്കില്ല. ഈ ലോകത്തുള്ള അനേകം ആളുകൾ വിളിക്കുന്നുണ്ട്, അവരെയൊന്നും അവന് മാറ്റണ്ട, എന്നെ മാത്രം മാറ്റിയാൽ മതി എന്ന് പോലും. ഞാൻ മൂഢസ്വർഗത്തിലാണെന്ന് പോലും, റിയാലിറ്റിയിലല്ലെന്ന്. യഥാർത്ഥ റിയാലിറ്റി എന്താണെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കുക. അവൻ എന്നെ മാത്രം നേരായ വിധത്തിൽ ഒന്നാക്കിയെടുക്കണം. അവൻ്റെ പെണ്ണുമ്പിളെ ആക്കണ്ട, അവന് മകളുണ്ടെങ്കിൽ മകളെ ആക്കണ്ട. മകളെ പെണ്ണുമ്പിളയൊക്കെ വേറെ ഓരോരുത്തവന്മാർ ഇതുപോലെ ആക്കുമായിരിക്കും ഇപ്പോൾ ചെന്ന്. അവനവൻ്റെ പെണ്ണുമ്പിള്ളയെ മര്യാദ പഠിപ്പിക്കേണ്ട, അവൻ്റെ വീട്ടിലുള്ള അമ്മയെ മര്യാദ പഠിപ്പിക്കേണ്ട. എവിടെയോ കിടക്കുന്ന നാഗയുടെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുക. അപ്പം നാഗയുടെ കൂടെ സുന്ദരിയായ നാഗയുണ്ട്, പിന്നെ നാഗയെ ഇഷ്ടപ്പെടുന്ന കുറേ സുന്ദരികളുണ്ട്, പിന്നെ നാഗയെ തെറി വിളിച്ചുകൊണ്ട് നടക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അതൊക്കെ അവൻ്റെ ഉദ്ദേശം. പേര് നാഗയെ നേരെയാക്കാൻ ഇറങ്ങുന്നു. ഈ ലോകത്ത് നാഗ, അതെല്ലാം പോട്ടെ, ഞാനെന്ത് എപ്പോഴും 24 മണിക്കൂറും തെറി വിളിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണോ? ഇപ്പം മനഃപൂർവ്വം അങ്ങനെ പറഞ്ഞ്, അതായത് നമ്മളെ പ്രേരിപ്പിച്ച് ഓരോന്ന് ചെയ്യത്തില്ലേ ചില ആളുകൾ. ഇങ്ങനെയാണ്, നമ്മൾ മിണ്ടാതിരുന്നാലും നമ്മളെ പ്രേരിപ്പിച്ച് ഇങ്ങനെ കുത്തി 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 പ്രേരിപ്പിച്ച് നമ്മളെ കൊടും കൊലപാതകം വരെ ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള മനുഷ്യരുണ്ട്. അന്നേരം അവരെ എന്ത് ചെയ്യണം? കൊല്ലുക എന്നതാണ് എൻ്റെ തത്വം. വെറുതെ ഇരിക്കുന്ന ഒരാളെ ഇങ്ങനെ ചില ആളുകൾ ഇങ്ങനെ പ്രേരിപ്പിച്ച് 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 ലാസ്റ്റ് അവനെ കൊലപ്പെടുത്തുന്നുണ്ടെ അവന് സമാധാനമാവും. അതുപോലെ ഇവൻ ഇറങ്ങി തിരിച്ചത് വെറുതെ ഇരുന്ന് എൻ്റെ പിന്നാലെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് 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 ഞാൻ അവനെ തെറി പോലും വിളിക്കുന്നില്ല, എന്നിട്ടും പറയാം നിൻ്റെ തെരുവിളി നിർത്തണമെന്ന് പോലും. അപ്പോഴും ഞാൻ നല്ല ചീത്ത വിളിച്ചു. അതവന് വായിക്കണം. അപ്പോൾ ഒരാളെ, പ്രത്യേകിച്ച് ഒരു പെണ്ണിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഇറങ്ങിത്തിരിക്കുക, അങ്ങനെയൊക്കെ. പിന്നെ നിൻ്റെ അച്ഛൻ ജയിലിലാണെന്ന് പറയുക, അമ്മ അങ്ങനെയാണെന്ന് പറയുക, അവരിങ്ങനെയാണെന്ന് പറയുക. അവനെന്ത്, എൻ്റെ മാതാപിതാക്കൾ എവിടെയോ ആയിരിക്കട്ടെ, ചിലപ്പോൾ അവർ ജയിലിലായിരിക്കും, ചിലപ്പോൾ അവർ വേറെ ആരുടെ വീട്ടിൽ ജോലിക്ക് പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ അവർ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. ഇവനതൊന്നും ബാധിക്കുന്നില്ലല്ലോ. എൻ്റെ സഹോദരൻ വേറെ എന്തെങ്കിലും ചെയ്യുന്നു, എൻ്റെ ചാച്ചൻ വേറെ എന്തെങ്കിലും ചെയ്യുന്നു, അമ്മ വേറെ എന്തെങ്കിലും ചെയ്യുന്നു, ഞാൻ എന്തെങ്കിലും ചെയ്യുന്നു, എൻ്റെ സുഹൃത്തുക്കൾ എന്തെങ്കിലും ചെയ്യുന്നു. ഈ ലോകത്ത് അനേകം ആളുകളുണ്ട്, അവരൊക്കെ എന്ത് ജയിലിൽ കിടക്കാതിരിക്കുകയാണ്? അവനെന്തെങ്കിലും എന്നെ പറഞ്ഞൊന്ന് വേദനിപ്പിക്കണം. അച്ചാച്ചൻ ജയിലിലല്ലേ, അമ്മ അങ്ങനെ നടക്കുമല്ലേ, ഇങ്ങനെ നടക്കുമല്ലേ. അപ്പോൾ
അതിനെല്ലാം ഞാൻ കയറി പ്രതികരിക്കണം. എന്നിട്ട് അവന് ഞാനുമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടണം. എന്നിട്ട് എൻ്റെ തെരുവിളി അവന് കേൾക്കണം, വായിക്കണം, സൂഹിക്കണം. അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിവുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇവിടെ വരെ എത്തിയത്. മനസ്സിലായോ? എൻ്റെ കുടുംബ പശ്ചാത്തലം അങ്ങനെയല്ലേ, മാതാവ് ഇങ്ങനെയല്ലേ, പിതാവ് ഇങ്ങനെയല്ലേ. ഈ ലോകത്തുള്ള എല്ലാ ആളുകളുടെയും തൊഴിലൊക്കെ നിങ്ങളിപ്പോൾ പത്രങ്ങളെടുത്ത് നോക്കുമ്പോഴെല്ലാം കാണുന്നതല്ലേ. എല്ലാവരുടെയും സ്വഭാവങ്ങളെല്ലാം കാണുന്നതല്ലേ, കേൾക്കുന്നതല്ലേ. ജയിലെന്താ ആരും കാണാത്തതാണോ? എന്നെ ജയിലിൽ, എൻ്റെ ചാച്ചൻ ജയിലിലാണ്, അമ്മ അങ്ങനെ നടക്കുകയാണ്, വീട്ടു ജോലിക്ക് പോവുകയാണ്, അവരങ്ങനെ പോവുകയാണ്, ഇങ്ങനെ പോവുകയാണ്. വ്യക്തികളെ ഇങ്ങനെ പറഞ്ഞ് അവനെ ഒരു സുഖം കണ്ടെത്തുക. അപ്പോൾ ഞാൻ വിചാരിച്ച അവരുടെ ജീവിതത്തെ മുഴുവൻ എടുത്ത് വെളിയിലേക്ക് ഇടാമെന്ന്. മനസ്സിലായോ? എൻ്റെ കുടുംബത്തെ താറുമാറാക്കാൻ ആരിറങ്ങി തിരിക്കുന്നു പോവും. അവരുടെയൊക്കെ കുടുംബത്തെ കുളം തോണ്ടിയിട്ടേ ഞാൻ മാറുള്ളൂ. കുടുംബം കുളം തോണ്ടും. ആരൊക്കെ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഞാൻ അവർക്ക് കൊടുക്കും.